ഓർമ്മയില്ല അന്ന് പ്രോഗ്രാം ഒന്നും പറയില്ല. ആ സമയത്ത് ഞങ്ങൾ റമദ ഹോട്ടലാണ് താമസിച്ചിരുന്നത് ഖത്തറിൽ. അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പം ചാവി ഇട്ട് ഈ റൂം ഞങ്ങളുടെ ചാവി ഇട്ട് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് തുറക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അതിനകത്തിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് 2-3 അറബികൾ നേരെ അവർ റൂമിലോട്ടാണ് കൊണ്ടുപോയി. ആ റൂമിലുള്ള ബെഡ്, തലയണ, കാർപ്പറ്റ് പൊക്കി നോക്കുക, ബാഗുകളൊക്കെ നോക്കി, സകല ഫ്രിഡ്ജ് എല്ലാം ചെക്ക് ചെയ്യുക. രാത്രി 2 മണി വരെ നോക്കി അവരൊക്കെ എന്തോ പറയുന്നുണ്ട്. ഒരു 2 മണിയായപ്പോൾ വെച്ച് നേരെ ഇവരുടെ വണ്ടിയെ കയറ്റി. അത് വണ്ടിയൊക്കെ രാജകീയം അന്നത്തെ അവിടുത്തെ മെർസിഡസ് ബെൻസിലൊക്കെയാണ് പോയതൊക്കെ. ഞങ്ങളെ കൊണ്ടുപോയിട്ട് നേരെ ഖത്തർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. ഞങ്ങൾ നേരെ ഷർട്ട്, അല്ല ഈ മാല, വാച്ച്, മോതിരം എല്ലാം മാറ്റി ഒരു അറബി ഒരു കവറിനകത്ത് നിന്ന് സ്റ്റാപ്പിൾ ചെയ്തു എല്ലാവരുടെയും. എന്നിട്ടൊരു ഗുഹയ്ക്ക്, നമ്മുടെ പഴയ കവിത തിയേറ്ററുകളൊക്കെ ഗുഹയില്ലേ, അതുപോലെ ഗുഹയൊക്കെ നടത്തി നേരെ ഒരു സെല്ലിനകത്ത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം എടുത്തു തുടങ്ങി. അപ്പം ഈ കൂടെ നിൽക്കുന്ന ആൾ എന്നോടൊന്ന് ചോദിച്ചു, നമ്മുടെ പിന്നെ സഹ തടവുകാരൻ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കരച്ചിൽ തുടങ്ങി അവിടെ. അപ്പം നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ ഈ ജയിലിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഒരാൾ, ഹലോ പിന്നെ ഹലോ 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 ഹലോ, അവൻ അറബിയിലും ഹിന്ദിയിലും മലയാളത്തിൽ ചോദിക്കുന്നു. ഞാൻ കുറേ ആയപ്പോൾ ഞാനങ്ങ് തിരിഞ്ഞപ്പോൾ അവനങ്ങ് ഞെട്ടിപ്പോയി എന്നെ കണ്ട്. അശോകേട്ടനല്ലേ, എന്താ ഇവിടെ നിന്ന് ചോദിച്ചു. ഞാൻ പറയാം, എന്താന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ. ഇവന്റെ പേര് അസീസ് എന്നാണ്, പേര് മറക്കത്തില്ല, ഒറ്റപ്പാലത്തുകാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് പറയാൻ ചേട്ടാ, എന്താ വേണ്ടത്, വിഷമിക്കേണ്ട എന്നൊക്കെ അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്ത് വേണ്ടി കൊണ്ടുതരാം, എനിക്ക് ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആളാണ്, ആപ്പിൾ ജ്യൂസ് ഞാൻ വിളയിൽ കിട്ടും കൊണ്ടുതരാം. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചില അറബി പോലീസുകാരൊക്കെ വന്ന് ഞങ്ങൾ ജയിലിൽ വന്ന് എന്നെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങി. യു ഫ്രണ്ട് അമിതാഭ് ബച്ചൻ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും വിടട്ടെ എന്ന് ചോദിച്ചു. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ പ്രണാമം സിനിമയാണ് സംഭവം. പ്രണാമത്തിൽ ഞാൻ ഡ്രഗ്സ് മറ്റേ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഇത് വലിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ ആരോ ചെയ്ത പണിയത്. അവിടുത്തെ CID ഡിപ്പാർട്ട്മെന്റിൽ ഈ പടമൊക്കെ സഹിച്ചു കൊടുത്തു. ഇത് സിനിമയാണെന്ന കാര്യം പറയുമോ എന്തോ ഒരു തമാശ, അത് ആ മനഃപൂർവ്വം ചെയ്താണോ തമാശക്ക് ചെയ്താണോ നമുക്കറിയില്ല. അതിന്റെ ദിവസത്തിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അനന്തരം സിനിമയുടെ അത് ഏതോ ഫെസ്റ്റിവൽ, ഫ്രാൻസോ ലണ്ടനിലൊക്കെ ഫെസ്റ്റിവൽ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പടമൊക്കെ കൊടുത്തോണ്ട ഒരു സംഭവം അതിനകത്ത് വന്നു. അതും ഈ സ്പോൺസറോട് കാണിച്ചു, ഇത് സിനിമയാണ്, ഇത് സിനിമ, ഇതിലെ ഹീറോ ആണ് ഇടിക്കുന്നത്, അവിടുത്തെ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറൊക്കെ കഴിച്ച് കയറ്റി കൊടുത്താൽ. അപ്പോഴാണ് അവർക്ക് ബോധ്യം വരുന്നത്. അപ്പം തന്നെ റിലീസ് ചെയ്യിച്ച് അവളെ കൊണ്ട് അവർ സോറി പറയുകയും പിന്നെ അവരുടെ നിങ്ങൾ ഇനിയും 2-3 ദിവസമൊക്കെ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇവിടെ നിൽക്കണം, ഈ ഖത്തർ മുഴുക്കെ കാണിക്കാം, നമ്മൾ ശരിയായിട്ട് അന്ന് രാത്രി സ്ഥലം വിട്ടു.